ഗിരിയേട്ടൻ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ടെൻഷനോ? എനിക്കോ? നീ എന്തൊക്കെയാ മഞ്ജു ഈ പറയുന്നേ? വെറുതെ നുണ പറയാൻ നിൽക്കണ്ട. പണ്ടത്തെ പോലെയല്ല. ഗിരിയേട്ടന്റെ മുഖം അറിയാ, എനിക്കത് മനസ്സിലാവും. ഗിരിയേട്ടൻ എന്താ ഇനി ഇന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നത്? ഞാനൊരു പോലീസുകാരിയാ. എത്ര വൈകിയാലും സത്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കും. ഞാനൊന്നും ഒളിക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? നീ വെറുതെ ആ പീതാംബരം പറയുന്ന കേട്ട് ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടല്ലേ. അയാള് പറയുന്നതെല്ലാം വിശ്വസിക്കാൻ മാത്രം മണ്ടിയല്ല ഞാൻ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. ഗിരിയേട്ടനും അയാളും തമ്മില് എന്തോ ബന്ധമുണ്ട്. ബന്ധമുണ്ട്? അയാള് ഗോപാൽജിയുടെ കയ്യിൽ നിന്നും കുറെ കാശ് കടമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു വാങ്ങാൻ ഞാൻ പലവട്ടം അയാളെ കണ്ടിട്ടുണ്ട്. അത്രമാത്രേ ഉള്ളൂ? എങ്കി പിന്നെ എന്തിനാ അയാള് ഗിരിയേട്ടനെ ഇത്രയും പേടിക്കുന്നത്? തവണകൾ കൃത്യമായി അടയ്ക്കാതിരുന്നപ്പോ 2-3 തവണ ഞാൻ അയാളെ പിടിച്ച് നല്ല ഇടി ഇടിച്ചിട്ടുണ്ട്. അന്ന് കൊടുത്ത ഇടിയുടെ ഓർമ്മ അയാൾക്ക് ഇപ്പോഴും ഉണ്ടാവും. അതിന്റെ ഒരു ചെറിയ പേടി ഉണ്ടാകാതിരിക്കോ? വാങ്ങിയ കാശ് തിരിച്ചു തരാനില്ലാത്ത പീതാംബരന് ഗിരിയേട്ടനെ പേടിക്കേണ്ട കാര്യം ഉണ്ടായിരിക്കും. പക്ഷെ ലക്ഷപ്രഭുവായ പീതാംബരന് ഗിരിയേട്ടനെ പേടിക്കേണ്ട എന്ത് കാര്യ ഉള്ളത്? നിന്റെ അച്ഛനെ കൊന്നത് അയാളല്ലേ? അതിന് ദേഷ്യം ഞാൻ അയാളോട് കാണിക്കുമെന്ന് കരുതിയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്നെയാണ്. അയാള് വീട് തേടി വന്ന് എന്നെ കണ്ടില്ലേ? അപ്പോ അയാൾക്ക് മറയ്ക്കാൻ ഒന്നുമില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ. പീതാംബരൻ ഗിരിയേട്ടനെ ഭയക്കുന്നതിനേക്കാൾ കൂടുതൽ ഗിരിയേട്ടൻ അയാളെ ഭയക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. പീതാംബരനിൽ നിന്ന് ഞാൻ ആ സത്യം അറിയുന്നതിനേക്കാൾ ഭേദം ഗിരിയേട്ടൻ തന്നെ എന്നോടത് പറയുന്നതല്ലേ. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? നീ അയാള് പറയുന്നത് ഓരോന്ന് കേട്ട് കാട് കയറി ചിന്തിക്കല്ലേ. അയാൾ ഒരു കുടുംബ വഴക്കുണ്ടാക്കാൻ മനഃപൂർവ്വം ഓരോന്നുണ്ടാക്കി പറയുന്നതായിരിക്കും. പണ്ട് ഞാൻ കൊടുത്ത തല്ലിന് പ്രതികാരം ചെയ്യാൻ നമ്മൾ തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ അയാൾ ശ്രമിക്കുന്നതായിരിക്കും. നീ വെറുതെ അയാൾ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കല്ലേ. അയാൾ നിന്റെ അച്ഛനെ കൊന്ന ആളാ. എന്റെ അച്ഛനെ കൊന്നത് ഗോപാലനാണ്. അതിൽ പീതാംബരൻ എന്ത് പങ്കാ ഉള്ളതെന്നാണ് എനിക്കറിയേണ്ടത്. അയാളിലൂടെ ഞാൻ ഗോപാലനിലേക്ക് എത്തും. നിനക്ക് നിന്റെ അച്ഛന്റെ മരണം അന്വേഷിക്കണമെന്ന് എനിക്കറിയാം. പക്ഷേ അതിന് പീതാംബരനെ പോലെയുള്ളവരെ കൂട്ടുപിടിച്ചിട്ട് ഒരു കാര്യമില്ല. അയാള് സ്വന്തം കാര്യം കാണാൻ എത്ര നുണ വേണമെങ്കിലും പറയും. എന്നെ അയാൾ പറ്റിക്കുമെന്നുള്ള പേടിയൊന്നും ഗിരിയേട്ടന് വേണ്ട. അയാള് പറയുന്നത് നുണയാണോ എന്ന് മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അയാളെ ഞാൻ എന്തായാലും കാണും. ഗിരിയേട്ടനോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. നീയല്ലേ പറഞ്ഞത് ശാലിനി ഇടപെടാതെ നീ നോക്കിക്കോളാന്ന്? എന്നിട്ട് എന്തായി? അവളൊരു സെക്കൻഡ് നേരത്തേക്ക് പോലും ഡാഡിയുടെ അടുത്തൊന്നും മാറി നിൽക്കത്തില്ല. ഞാൻ എന്റെ പരമാവധി ശ്രമിച്ചു. പിന്നെ ഒരു കാര്യം കൂടി സഞ്ജുവേട്ടൻ മനസ്സിലാക്കണം. ശാലിനി അല്ല ഇവിടുത്തെ പ്രശ്നം. ഗോപാൽജിക്ക് സഞ്ജുവേട്ടനോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. ശാലിനി ഫംഗ്ഷന് വന്നില്ലായിരുന്നെങ്കിലും ഗോപാൽജി സഞ്ജുവേട്ടനോട് ഇങ്ങനെ തന്നെ പെരുമാറിയന്. എന്തൊക്കെ പറഞ്ഞിട്ടും ഡാഡിയുടെ മനസ്സ് മാറ്റാൻ സാധിക്കുന്നില്ല. ഒരു കാര്യം തുറന്നു പറയുന്നത് കൊണ്ട് സഞ്ജുവേട്ടൻ എന്നോടൊന്നും തോന്നരുത്. നീ കാര്യം പറ. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും പരസ്പരം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല. ഗോപാൽജി മക്കളെ തരംതിരിക്കുന്നത് അവരെ കൊണ്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന ഉപയോഗം നോക്കിയിട്ട്. മക്കളും അച്ഛനെ കാണുന്നത് അവരുടെ ഭാവിക്ക് ചവിട്ടുവടിയായിട്ട് മാത്രം. നീ പറഞ്ഞത് ശരിയാ. ആ വീട്ടിൽ ആർക്കും ആരോടും ആത്മാർത്ഥമായ സ്നേഹമില്ല. അതുകൊണ്ടല്ലേ ഞാൻ ഒരാളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. എല്ലാവരും കണ്ണിച്ചോരയില്ലാത്തവരാ. നമുക്കിപ്പോ അവരെ എല്ലാരെയും നന്നാക്കാനൊന്നും കഴിയില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ആ വീട്ടിലേക്ക് കയറാതെ പറ്റേയില്ല. അതിനെന്ത് ചെയ്യാനാ?
ഗോപാൽജി എന്തിലും കച്ചവടം കാണുന്ന ആളല്ലേ. ശാലിനിയേക്കാൾ കൂടുതൽ ഉപകാരം സഞ്ജുവേട്ടനെ കൊണ്ടാണെന്നും ഏട്ടനെ തിരിച്ചു വിളിക്കുന്നതാ ബുദ്ധിയെന്നും ഗോപാൽജിക്ക് തോന്നണം. അതിന് പറ്റിയൊരു അവസരം കാത്തു നിൽക്കണ്ടേ? അങ്ങനൊരവസരത്തിനായിട്ട് അധികം കാത്തു നിന്നിട്ട് കാര്യമില്ല. ദൈവമായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ നമ്മൾ തന്നെ അതിനൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കണം. എന്തായാലും ശാലിനിയുടെ വരുതിയെന്ന് ഗോപാൽജിയെ അങ്ങനെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. എന്നാ നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. അല്ല, നീ വല്ലതും കഴിച്ചോ? ഇല്ല. എനിക്ക് നല്ല വിശപ്പ്. പീതാംബരന്റെ വരവ് ഗിരിയെ ശരിക്കും പേടിപ്പിച്ചിട്ടുണ്ട്. അവൻ ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് കൂടി ഉണ്ടാവില്ല. ആരെയും പേടിക്കാത്ത ഗിരി ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോ വല്ലാത്തൊരു സുഖം തോന്നുന്നുണ്ട്. അവനെ ഇത്രയും സ്നേഹിക്കുന്ന അവന്റെ ഭാര്യ അവനെ വെറുക്കാൻ തുടങ്ങുമ്പോ അവന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കാൻ തുടങ്ങും. ഇനി അവർക്കൊരു കുഞ്ഞുണ്ടായാൽ പോലും അവര് തമ്മിൽ ഒരുമിക്കില്ല. എന്നെ തഴഞ്ഞ് മഞ്ജുവിനെ കല്യാണം കഴിച്ച അവന് അങ്ങനെ തന്നെ സംഭവിക്കണം. എന്നെ ഒഴിവാക്കി അവനുണ്ടാക്കിയ കുടുംബം തകരണം. എന്നെ തഴഞ്ഞ ദിവസം ഓർത്ത് അവൻ ദുഃഖിക്കും. എന്നാലേ ഞാൻ ജയിച്ച പോലെ ആവും. ഗിരി വരുന്നുണ്ട്. എന്താ മോനെ? ഗോപാൽജി, ആ പീതാംബരന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല ഗോപാൽജി. അയാള് മഞ്ജുവിനോട് സത്യമെല്ലാം പറഞ്ഞ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവള് പ്രഗ്നന്റ് കൂടി ആയതുകൊണ്ട് ഇതെല്ലാം ഞങ്ങളുടെ കുഞ്ഞിനെ കൂടെ ബാധിക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അയാൾ കാരണം എന്റെ മനസമാധാനമാ തകർന്നത്. ഞാൻ പീതാംബരന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചു. അയാൾ നാട് വിട്ടുന്നാ അടുത്തുള്ളവരൊക്കെ പറഞ്ഞത്. എനിക്കറിയാം. ഞാൻ തന്നെയാ അവനോട് നാട് വിട്ടു പോകാൻ പറഞ്ഞേ. അയാൾ ഈ നാട്ടിലുണ്ടാവുന്നത് നിനക്ക് വലിയ തലവേദനയാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അയാൾ ചോദിച്ച തുക കൊടുത്ത് ഞാൻ അയാളെ പറഞ്ഞു വിട്ടു. അയ്യോ ഗോപാൽജി, എന്തിനാ അയാൾക്ക് വീണ്ടും കാശ് കൊടുത്തത്? അയാൾ ഈ പരിപാടി ഒരിക്കലും അവസാനിപ്പിക്കില്ല. എന്നെ ചതിക്കാനുള്ള ധൈര്യമൊന്നും പീതാംബരനുണ്ടാവോ? അയാളുടെ മക്കളുടെ എല്ലാം കല്യാണം കഴിഞ്ഞു. എന്തൊക്കെയോ രോഗങ്ങളും ഉണ്ട്. അയാളിപ്പോ മേലും കീഴും നോക്കാനില്ലാത്ത അവസ്ഥയില്. എങ്ങാനും മരിക്കുന്നതിന് മുമ്പ് കുറ്റബോധം തോന്നി എല്ലാ സത്യങ്ങളും ഒരുമിച്ച് വിളിച്ചു കൂവാതിരുന്നാ മതി. പീതാംബരൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അവനെ ഞാൻ നന്നായിട്ടൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവന്റെ മക്കളെ ചെയ്യാലോ. അത് പറഞ്ഞപ്പോ അവൻ ശരിക്കും ഒന്ന് പേടിച്ചു. ഇനി കാശിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കാനും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അവനെ കൊണ്ട് നിനക്കോ നിന്റെ കുടുംബത്തിനോ ഇനി ഒരു ശല്യം ഉണ്ടാവില്ല. നീ ഇനി പീതാംബരനെ തിരഞ്ഞ് സമയമൊന്നും കളയൊന്നും വേണ്ട. പോയി ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ നോക്ക്. ശരി ഗോപാൽജി. ഇവൻ ഇങ്ങനെ ഒരു മണ്ടനായത് അച്ഛന്റെ ഭാഗ്യം. ഗിരി ഒരു മണ്ടനൊന്നുമല്ല. അവൻ എന്നോടുള്ള സ്നേഹം കാരണം ഞാൻ കാണിക്കുന്ന വിശ്വാസവഞ്ചനയൊന്നും അവന് കാണാൻ കഴിയുന്നില്ല. അത്രേ ഉള്ളൂ. എന്നാണോ ആ സ്നേഹം ഇല്ലാതാവുന്നത് അന്ന് അവനതെല്ലാം വ്യക്തമായിട്ട് കാണും. നമ്മൾ അവനെ പറ്റിക്കായിരുന്നു എന്ന് മനസ്സിലായാൽ അവന്റെ പ്രതികരണം വളരെ മോശമായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പീതാംബരന്റെ വീട്ടില് പോലീസുകാർ വിട്ട് അന്വേഷിച്ചിരുന്നു. വീട്ടിൽ ആരുമില്ല മോളെ. അയാള് മുങ്ങിക്കാണും. കഴിഞ്ഞ തവണ ഞാനും മിനിമോളും കൂടി അന്വേഷിക്കാൻ ചെന്നപ്പോഴും അയാൾ ഇതുപോലെ തന്നെ മുങ്ങിയതാ. പിന്നെ പ്രത്യക്ഷപ്പെടാൻ ഇത്രയും കാലം എടുത്തു. ഇത്തവണ ഇനി അയാൾ എത്ര സമയം എടുക്കുവോ? അതിനെക്കുറിച്ച് വേറെ വിവരമൊന്നും കിട്ടിയില്ല. പക്ഷേ അവിടെ അന്വേഷിക്കാൻ പോയ പോലീസുകാർക്ക് മറ്റൊരു വിവരം കിട്ടി. അതെന്താ?